പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ സംവിധാനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആലപ്പുഴ രൂപതയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആലപ്പുഴ രൂപതയെ എല്ലാ വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഞങ്ങളുടെ ഇടവകളെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. വചനം ശ്രവിക്കുവാൻ ഞങ്ങളുടെ അന്തരംഗങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന. ഞങ്ങളുടെ ആന്തരിക കർണപുടങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടി ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട വി ജോസഫ് അച്ഛനെ ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ഇവിടെ ദൈവാനുഭവങ്ങളുടെ അപ്ഡേഷൻസ് എന്നുവെച്ചാൽ ഓരോ മനുഷ്യൻ്റെ അനുഭവത്തിലൂടെ ഉടമ്പടി പുതിയ പുതിയ സാധ്യതകളുമായി നമ്മുടെ മുമ്പിൽ പ്രത്യാശ സൃഷ്ടിക്കുകയാണ്. ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഉടമ്പടിയുടെ പുതിയ സാധ്യതകൾ, അത് കാരണം എനിക്ക് ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിക്കും. ഞാനിവിടെയാണ് നിന്ന് ജനങ്ങളുടെ കാര്യം ചെയ്യുമ്പോഴും എൻ്റെ ഒരു ചെവി ഈ സാക്ഷ്യത്തിലായിരിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ സാക്ഷ്യങ്ങളെല്ലാം ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത 2 മാസങ്ങൾക്കുള്ളിൽ ദൈവം ഉടമ്പടി ചെയ്ത് ദൈവമായിട്ട് ഉടമ്പടിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ദൈവം ഈ ജീവിതത്തിൻ്റെ വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ പുതിയ പുതിയ പദ്ധതികൾ ദൈവം നമുക്ക് അനുഭവവേദ്യമാക്കുന്നത് ഭയങ്കര ആവേശം നൽകുന്നുണ്ട് ഉടമ്പടി. ഞാൻ എന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഈ ദിവസങ്ങൾ കേട്ട ഒരു ഉടമ്പടിയിൽ അർച്ചന ജിമ്മി പാല ഒരു കുറേ അധികം കാര്യങ്ങൾ ഉടമ്പടി പറയുന്നുണ്ട്. ഇവരുടെ ഒരു സിറ്റുവേഷൻ, അർച്ചന ജിമ്മിയുടെ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹസ്ബൻഡുണ്ട്. പെട്ടെന്ന് ഹസ്ബൻഡ് മരിച്ചു പോകും. നമ്മൾ ഇത്രയും ഞാൻ എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു, എന്നെ നിങ്ങൾ കാണുന്നു, നിങ്ങൾ പരസ്പരം കാണുന്നു അല്ലേ? വെളിച്ചമുണ്ട്, ഇവിടെ ശബ്ദമുണ്ട്, അനക്കമുണ്ട്, ചലനമുണ്ട്. ഇതെല്ലാം ഉള്ള കുടുംബം പെട്ടെന്ന് ഹസ്ബൻഡ് മരിച്ചു പോകുമ്പോഴൊന്ന് ചിന്തിച്ച് നോക്കിയേ, മൊത്തം ബ്ലാക്ക് ഔട്ടായി. ശബ്ദമില്ല, വെളിച്ചമില്ല, ജീവിതമില്ല, മരവിച്ചു പോയി. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിറ്റുവേഷൻസ് അഭിമുഖീകരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമാജിനാണ്. അപ്പം ഞാനിത് ഇവർ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇവരെങ്ങനെയാണ് ഈ സിറ്റുവേഷൻസ് അഭിമുഖീകരിക്കാൻ പോകുന്നത്, ഇതിന് ഉടമ്പടിക്ക് ഇതിൻ്റെ അകത്തുള്ള റോൾ എന്താണെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് മരിച്ചതോടുകൂടി ഇവർ പെട്ടെന്നിങ്ങനെ ഒരു വലിയ തകർച്ചയിലേക്ക് വരും. തരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ 2 മക്കളുണ്ട്, 3 തോന്നുന്നു. മക്കൾ പഠനത്തിലാണ്, ആരും ഉയർന്ന ക്ലാസ്സിലേക്ക് എഡ്യൂക്കേഷനിലേക്ക് എത്തിയിട്ടില്ല. ഏറ്റവും വലിയ കുഴപ്പം കോവിഡ് കാലമാണ്.
അതാണ് ഒരു പ്രതിസന്ധി. മരണം, കുടുംബനാഥൻ്റെ മരണം. രണ്ടാമത്തേത് കോവിഡിൻ്റെ കാലം. വരുമാനമില്ല, ആരുടെയും പൈസ ആർക്കും കൊടുക്കാത്തൊരു കാലമാണ്. അങ്ങനൊരു കാലം നമ്മൾ കണ്ടതല്ലേ. ആരുടെയും കാശ് ആർക്കും കൊടുക്കാത്ത കാലമാണ്. കാര്യം ഈ കോവിഡ് എന്തുമാത്രം നീളുവന്നോ, എത്ര കാലം പണിയില്ലാണ്ട് വരുമെന്നോ, പട്ടിണി എത്ര കാലം നീളുവന്നോ ഒന്നും അറിയത്തില്ല. ഭയങ്കര അനിശ്ചിതത്വം പറഞ്ഞൊരു കാലത്ത് ആൾക്കാരെല്ലാവരും ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാതെ സ്വന്തം നിലനിൽപ്പ് മാത്രം നോക്കിയിരുന്നൊരു കാലമാണ് കോവിഡ് കാലം. പ്രളയം കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് കോവിഡിലേക്ക് സെറ്റ് ചെയ്തപ്പോൾ മനുഷ്യൻ വല്ലാത്ത രീതിയിൽ റിസർവ്ഡായിപ്പോയി. അപ്പോൾ സെൽഫ് റിസർവേഷൻ്റെ ഒരു കാലമാണ്. നമ്മുടെ കാര്യം മാത്രം, നമ്മൾ നിലനിൽക്കുക എന്നുള്ള ഒരു ഒറ്റ കാര്യം മാത്രമാണ്. അതിനിടയ്ക്കാണ് കുടുംബനാഥൻ കൈവിട്ട് പോണത്. ഇപ്പോൾ 2 ക്യാപിറ്റൽ, ഇതിനിടയ്ക്ക് കോവിഡ് 3ആയി. 4മത്തെ ഇവരനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഇതെല്ലാം ഒരാൾ, ഈ ഭാര്യ എന്ന് പറയുന്ന, അമ്മയെന്ന് പറയുന്ന ഒരാളാണ് ഇതെല്ലാം അഭിമുഖീകരിക്കേണ്ടത്. 4മത്തെ പ്രശ്നം എന്ന് പറയുന്നത്, അവർ ഫേസ് ചെയ്ത 4മത്തെ കാരണം, അവർക്ക് ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് വീട് വെച്ച് കൊടുക്കുന്ന ബിസിനസ്സാണുള്ളത്. അപ്പോൾ പലർക്കും പല സ്ഥലങ്ങളും വിൽക്കാൻ പറ്റണില്ല. അഡ്വാൻസ് കൊടുത്തു, പക്ഷേ സ്ഥലം എടുക്കാൻ പറ്റണില്ല. വീട് കുറച്ച് പണിയായി, പണിയാൻ പറ്റണില്ല, അത് കൊടുക്കാൻ പറ്റണില്ല. നോക്കിയേ, അപ്പം കടങ്ങൾ 3 കോടിയോ മറ്റേയായി. ഒരു ചേടത്തിയും 3 കോടി കടവും കോവിഡും 3 മക്കളും. നമുക്ക് മിണ്ടാനോ പറയാനോ ചോദിക്കാനോ അന്വേഷിക്കാനോ ഒരു മറു ഉത്തരം മേടിക്കാനോ പറ്റാത്തൊരവസ്ഥയിൽ നമ്മുടെ ജീവിതവും നമ്മൾ മാത്രം ബാക്കിയായി അവശേഷിക്കുന്ന ഒരു വിഷയമാണ്. ഇവരെങ്ങനെയാണ് ഉടമ്പടി സേവ് ചെയ്യണമെന്ന് നോക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരു സിറ്റുവേഷനിൽ ഉടമ്പടി എന്താ ചെയ്യണത്? ഉടമ്പടി ഒരു ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. അവിടെയാണ് ഉടമ്പടിയുടെ ഒരു പ്രത്യേകത വരുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷൻ ബേസ്ഡാണ് നമ്മൾ കവനൻ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ. ഒരു മനുഷ്യൻ്റെ ജീവിത അവസ്ഥകളെ ബേസ് ചെയ്തുകൊണ്ട് വേണം. നിങ്ങളുടെ ശക്തി പോകുന്നു, നിങ്ങളുടെ സ്വാധീനങ്ങൾ പോകുന്നു, അവലംബങ്ങൾ പോകുന്നു, നിങ്ങൾ അനിശ്ചിതത്തിലാകുന്നു. ഇങ്ങനെ ഒരു സീറോ റെഡ്യൂസിങ് വരുമ്പോൾ എങ്ങനെയാണ് ഉടമ്പടി നിങ്ങളെ ഇവിടെ നിലനിർത്തുന്നത്? അതിൻ്റെ കാരണം എന്താണ്? ഒന്ന്, അതൊരു ബയലാറ്ററൽ, വേറെ ഒരു വ്യക്തിയെ നിങ്ങളെക്കാളും അമാനുഷികമായ ഒരു ശക്തിയെ നിങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യണം ഉടമ്പടി ചെയ്യണത്. അത് ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. നമ്മുടെ പ്രാർത്ഥന പോലെ അല്ലത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കുമല്ലോ, ഇതല്ല. ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് വല്ലാത്ത പദ്ധതിയാണ്. അതൊരു പ്രാർത്ഥനയല്ല, ഒരു അഭൗമവും അലൗകികവുമായിട്ടുള്ള ദൈവികമായ ഒരു വ്യക്തിത്വത്തെ നിങ്ങളുടെ ഈ മാനുഷിക അവസ്ഥകളുമായിട്ട് ലിങ്ക് ചെയ്യും. ഉടനെ ബയലാറ്ററൽ എഗ്രിമെൻ്റ് ഉഭയകക്ഷി ആയിട്ടുള്ള എഗ്രിമെൻ്റാണ്. ഇതോടുകൂടി, ഈ എഗ്രിമെൻറ്റോടുകൂടി നമ്മൾ ഫ്രീ ആണ്. ഈ അലൗകികമായ ദൈവിക വ്യക്തിത്വത്തിൽ നിന്ന് നമ്മളോട് ആവശ്യപ്പെടുന്ന ഇത്രയേ ഉള്ളൂ, വിശുദ്ധി പാലിക്കണം. കാരണം എന്താണ്? ഞാൻ വിശുദ്ധനാണ്. അതാണ് എബ്രഹാത്തിനോട് പറഞ്ഞത്, അതാണ് മോസസിനോട് പറഞ്ഞത്, അതാണ് വിശുദ്ധി പ്രധാനപ്പെട്ട വിഷയമാണിത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നീ ജീവിത വിശുദ്ധി പാലിക്കണം. അതാണ് ഫസ്റ്റ് കമാൻഡ്മെൻറ്റ്. പിന്നെ എന്നെപ്പോലെ സ്നേഹം കാണിക്കണം. അതാണ് ഈശോ പറയണത്. ഒരു പുതിയ ഉടമ്പടി ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം വാ വാ യേശുനാഥ സ്നേഹരാജാ തേടിടുന്ന സ്നേഹമേ നീ. വാ വാ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
വായിച്ചോളൂ. യോഹന്നാൻ 15:12. യോഹന്നാൻ 15:12. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് ആ ഉടമ്പടിയിലെ മിനിമം പ്രോഗ്രാമേ പറയുന്നുള്ളൂ. എന്താണ്? ഇതാണ് എൻ്റെ കൽപ്പന, ഇതാണ് എൻ്റെ ഉടമ്പടി. എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഇപ്പം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ ലവ് അറ്റ് ദ ലെവൽ ഓഫ് ദി ക്രോസ് ആണ്. ഇതാണ് വിഷയം. നമുക്ക് അവൻ്റെ അകത്തൊന്നും നമ്മളുടെ ഒരു നോംസിൽ സ്നേഹിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു നോംസിൽ സ്നേഹിക്കാൻ പറ്റത്തില്ല. നമുക്കറിയാവുന്നത് നമ്മുടെ ഒരു നോംസാണ്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിക്കൊക്കെ പറഞ്ഞ് പോരാ. രാഷ്ട്രീയ നയങ്ങളൊക്കെ ഉണ്ടാക്കത്തില്ലേ? ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങളും സഹായിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് വരത്തില്ല. കർത്താവ് പറഞ്ഞതിന് ഒരു നോംസ് ഉണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ലവ് അറ്റ് ദ ലെവൽ ഓഫ് ദി ക്രോസ്. ക്രോസിൻ്റെ ഒരു ലെവലുണ്ട്, കുരിശിൻ്റെ ഒരു ലെവല്. തീകാഞ്ഞുകൊണ്ടിരുന്ന പത്രോസിനോട് ക്ഷമിച്ച്, മുത്തിക്കൊടുത്ത യുദാസിനോട് ക്ഷമിച്ചുകൊണ്ട്, കർണത്തടിച്ച ശതാധിപനോട് ക്ഷമിച്ചുകൊണ്ട്, നെഞ്ചിൽ കുത്തിയ ലോങ്കിനോസിനെ കണ്ണിലേക്ക് രക്തം ഇറ്റുകൊടുത്ത് അവൻ്റെ കണ്ണും തുറന്നുകൊണ്ട് അങ്ങനെ ജീവൻ സമർപ്പിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധനയിലൂടെ ദൈവസ്നേഹത്തിന്റെ ആഴം ഞങ്ങളെ പഠിപ്പിക്കണമേ. നീ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്റെ മക്കളൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, അങ്ങുമായി ഉടമ്പടി ചെയ്യുമ്പോഴേ അങ്ങയുടെ സമർപ്പണ സ്നേഹത്തിന്റെ രീതിയില് എന്റെ ജീവിതം ക്രമീകരിക്കാൻ എന്നെ സഹായിക്കണമേ. ഇപ്പൊ ഈശോയോളം സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ഈശോയോളം സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. അങ്ങനെ നിരന്തരം ഒന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ ഉടമ്പടി ബേണാകാൻ തുടങ്ങും. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. എന്ന് പറഞ്ഞ ഈശോയോടും ഈശോയെപ്പോലെ സ്നേഹിക്കാൻ എന്നെ പ്രാപ്തമാക്കണമേ. ഹല്ലേലൂയ. ആഴങ്ങളെ മഹത്വം മഹത്വം ആരാധന ആരാധന. വലുതാക്കണേ നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ഞാൻ നിങ്ങളോട് ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞത് എന്തിനാ? അതിൻ്റെ അർത്ഥം ഈശോയെ വായിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈശോയെ വായിക്കണം. വായിക്കുമ്പോൾ ഈശോ ഓരോ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ദൈവസ്നേഹത്തെ കൈമാറിയതെന്ന് കാണാം. ആദ്യം പറ്റത്തില്ലായിരിക്കും നിങ്ങൾക്ക്, ചിലപ്പോൾ എനിക്കും പറ്റി കാണത്തില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇങ്ങനെയല്ലല്ലോ ഈശോ ആയിരുന്നെങ്കിൽ, ഈ സിറ്റുവേഷനെ ഈശോ ആയിരുന്നു കൈകാര്യം ചെയ്തെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ കൈകാര്യം ചെയ്യണമെന്ന് ഓർക്കുമ്പോൾ നമുക്ക് പശ്ചാത്താപം ഉണ്ടാകണം. ഈശോയെ പോലെ ജീവിതം പുനഃക്രമീകരിക്കാൻ നോക്കി നമ്മളൊരു നിരന്തര പശ്ചാത്താപത്തിലേക്കാണ് വരണത്. അല്ല കുറച്ച് പാപത്തെക്കുറിച്ച് ദുഃഖം തോന്നി കുമ്പസാരിച്ചു, അത് സാങ്കേതികമായി പാപക്ഷമൊക്കെ മേടിച്ചു, അതിൻ്റെ ഭാഗമായി വന്ന് ഈശോ സ്വീകരിച്ചു. ഇതിൻ്റെ ഒരു കൗതാശികമായ ഈ നടപടിക്രമത്തിൻ്റെ അപ്പുറത്ത് ഈശോയെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് ഈശോയുടെ വചനങ്ങൾക്ക് അനുപേക്ഷണമായി ജീവിതം നമ്മൾ പുനഃക്രമീകരിക്കാൻ വേണ്ടിയുള്ളൊരു ത്വര നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ തന്നെ ഉടമ്പടി പെട്ടെന്ന് ബേണാകാൻ തുടങ്ങും. എനിക്ക് തോന്നണത് നിങ്ങൾ ഇപ്പോഴും പലരും ചെയ്യണത് ഉടമ്പടിയുടെ നമ്മുടെ ഈ മനുഷ്യരുടെ ആ ഭാഗത്തു നിന്നാണ് കാര്യങ്ങൾ കൂടുതൽ സെറ്റാക്കാൻ നോക്കണമെന്ന് തോന്നണം. ഉടമ്പടിയുടെ ബി പാർട്ടിലാണ്
അതിൻ്റെ മുഴുവൻ ജീവനിരിക്കുന്നത്. കർത്താവിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തെ പ്രതി നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ വേണ്ടി, അതുകൊണ്ടാണ് നിങ്ങൾ എത്ര കഷ്ടപ്പാടാണെന്ന് പറഞ്ഞാലും ഞാൻ പറയും നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. എൻ്റെ അച്ഛൻ ഞാൻ എങ്ങനെ ചെയ്യാനാ? എൻ്റെ വീട്ടിൽ തന്നെ 3 രോഗികളുണ്ട്, 30 രോഗികളുണ്ടായാലും ഞാൻ പറയും നിങ്ങൾ അതൊക്കെ ശരി, അത് നിങ്ങളുടെ കടമയാണ്, നിങ്ങൾ പുറത്ത് പോയി ശുശ്രൂഷ ചെയ്യണമെന്ന് പറയും. അങ്ങനെ പറയത്തുള്ളൂ. എൻ്റെ വീട്ടിൽ തന്നെ 3 രോഗികളുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയും അതൊക്കെ ശരി, അത് നിങ്ങളുടെ കടമയാണ്. പക്ഷെ നിങ്ങൾ പുറത്ത് പോയി ആശുപത്രിയിൽ പോയി എക്സ്ട്രാ രോഗികളെ കാണണമെന്ന് പറയും. എന്താ കാര്യം? നിങ്ങൾക്ക് അതിനുള്ള സ്നേഹത്തിൻ്റെ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ പോകും. അപ്പോൾ ദൈവത്തിന് തോന്നും നിങ്ങൾ ട്രൂ ആണെന്ന് തോന്നും, സത്യമാണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ലെന്ന് തോന്നും. എൻ്റെ മക്കളെ, എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉടമ്പടിയിൽ ഉയർത്തുന്ന വെല്ലുവിളി എന്താണെന്നറിയാവോ? ഉടമ്പടി ഉയർത്തുന്ന വെല്ലുവിളി നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ല എന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തെ തെரியപ്പെടുത്തുന്നതാണ് എൻ്റെ വെല്ലുവിളി. മനസ്സിലായോ? നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ല, സത്യസന്ധമായിട്ടാണ് ഉടമ്പടിയിൽ ദൈവമായിട്ട് കൈ കൊടുത്തിരിക്കണമെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. നിങ്ങൾ അച്ഛൻ പറയുന്ന ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ദൈവം ആരാണെന്ന് നിങ്ങൾക്കറിയാവില്ല. ഉടമ്പടിയിൽ ദൈവത്തിനൊരു പഞ്ഞമില്ലാത്ത ഒരു പദ്ധതിയാണ് ഉടമ്പടി പോലെ ഇന്ന് വരെ. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ മാതാവ് ഒരു വ്യക്തിയുടെ ബസ്സിലിരുന്ന് അവളുടെ കൂടെ യാത്ര ചെയ്യുകയാണ്. രാത്രിയും പകലും അല്ലാതെയും എപ്പോഴും ദൈവം കൂടെ സഞ്ചരിക്കുക. അപ്പോൾ ഇതിന് വല്ലാത്ത നമുക്ക് നമ്മുടെ മുമ്പിൽ അതായത് കഴിഞ്ഞ 2000 വർഷങ്ങൾക്കുള്ളിൽ മനുഷ്യരുണ്ടായിട്ടുള്ള ദൈവാനുഭവങ്ങളെക്കാളെല്ലാം കവച്ച് വെക്കുന്ന ദൈവാനുഭവങ്ങളുമായിട്ടാണ് ഓരോ ദിവസവും കൃപാസനം കവാടം തുറക്കണത്. ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും കേൾക്കാൻ വേണ്ടി നമ്മളെ ഞെട്ടിച്ചുകൊണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്കാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ? വെള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വെള്ളിയാണ് കരസ്ഥമാക്കുന്നത്, സ്വർണ്ണം ഇൻവെസ്റ്റ് ചെയ്യുന്നവർ സ്വർണ്ണം കരസ്ഥമാക്കും. അപ്പോൾ ആർക്കാണ് കപ്പാസിറ്റി? ഇതിനിടയ്ക്ക് കുറേ പൊട്ടന്മാരുമുണ്ട്, പൊട്ടികളും വന്നിട്ട് ചുമ്മാ എന്തെങ്കിലും പരീക്ഷ പാസ്സാകാനോ വല്ല വസ്തു വിൽക്കാനോ വന്ന് എന്തെങ്കിലും കാണിച്ചു കൂട്ടി 2-3 പത്രം മേടിച്ച് ഈ വിറവാദം പിടിച്ചവരെ പോയി എവിടെയെങ്കിലും കൊടുത്തിട്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിയിരിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അവരെക്കുറിച്ചൊന്നും പറയാനില്ല. അവരെടുത്ത് പോയിക്കോട്ടെ, അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റേ അവർ ചെയ്യട്ടെ. പക്ഷേ ഇവിടെ ഉടമ്പടി ആഘോഷിക്കുന്നത് അവരല്ല. ഉടമ്പടി ആഘോഷിക്കുന്നത് ദൈവമായിട്ടാണ് ഞാൻ കൈ കൊടുത്തിരിക്കണമെന്ന് ഈ അൾത്താറിൽ ചവിട്ടുമ്പോൾ അമ്മ തോണ്ടിക്കൊണ്ട് പറയും, നീ ഞാനുമായിട്ട് ഇടപാട്, അപ്പായുമായിട്ടാണ് ഉടമ്പടി, ഞാനാണ് മധ്യസ്ഥെന്ന് പറയും. എന്ന് പറയുന്നവൻ കരഞ്ഞും കൂവിയും നിലവിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവൻ പോകുമ്പോഴെല്ലാം അവൾ പോകുമ്പോഴെല്ലാം ദൈവം ഒരു നിഴൽ പോലെ അവളുടെ കൂടെ കൂടും. എന്താണ് അത്? ഡ്യൂപ്ലിക്കേറ്റ് അല്ലെന്ന് ദൈവത്തിന് അറിയാം. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉടമ്പടിയെക്കുറിച്ച് ആഴമായിട്ടുള്ള ബോധ്യങ്ങൾ നൽകണമേ. നിന്റെ സ്നേഹത്തിൽ നിഴലാക്കണേ, എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൽ നിഴലാക്കണേ. ഉടമ്പടി ഒരു കോൾ ആൻഡ് ചാലഞ്ച്. ദൈവത്തിൻ്റെ പുതിയ കാലത്തെ ദൈവവിളിയാണ്. ഞങ്ങളൊക്കെ ദൈവവിളി കേട്ട് വന്ന ആൾക്കാരാണ്. ഇപ്പോഴും ഞാൻ ദൈവവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവവിളിയിൽ നിന്ന് ഒരിക്കൽ വിളിച്ച് അച്ഛനാക്കി, ഒരിക്കൽ വിളിച്ച് കന്യാസ്ത്രീയാക്കി, ഒരിക്കൽ വിളിച്ച് കുടുംബജീവിതത്തേക്ക് വിളിച്ചല്ല. ദൈവത്തിൻ്റെ വിളിയെങ്കിൽ വിളി എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ജീവിതം ക്രമപ്പെടുത്തുവാൻ എന്നെ കുരിശോളം വലുതാക്കണമെന്ന് പറയുമ്പോൾ ഈ സാഹിത്യമായിട്ടുള്ള കവിത ഒന്നും അല്ലത്. എന്നെ കർത്താവാക്കണമെന്ന് ഈ പ്രാർത്ഥിക്കണത്. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് എന്നെ വളർത്തണമേ, കർത്താവ് കാണിച്ച സ്നേഹത്തിലേക്കും സമർപ്പണത്തിലേക്കും എന്നെ ഉയർത്തണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. എല്ലാവരെയും നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ, എന്നെ കുരിശോളം വലുതാ
കടങ്ങളെല്ലാം ഇപ്പോൾ അർച്ചന ജിമ്മിയുടെ സ്റ്റോറിയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. അവർ പറഞ്ഞത് ഇതാണ്, എനിക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അത് ശരിയാ. ഹസ്ബൻഡ് മരിച്ചു, അദ്ദേഹത്തിനായിരുന്നു എല്ലാ ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതും, അദ്ദേഹമാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോണത്. ആ കണക്ഷൻസ് എല്ലാം പോയി. അപ്പോൾ എനിക്ക് ഒരു ദിവസം ഈ കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി ഞാനെന്നാണ്. അപ്പോൾ എന്താ ചെയ്തിരിക്കണവരെ? അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇനിയിങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ, സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി. ഇപ്പം നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല. ഒരു മത്സ്യം ശ്വാസം എടുക്കാൻ ഓക്സിജൻ വെള്ളത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മൂക്കും കൊണ്ട് മോളി വരും. മോളി അതിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ വലിച്ച് അവസാനം കിട്ടാണ്ട് തളർന്ന് അതങ്ങ് മുങ്ങിച്ചത്തു പോകും. അപ്പോൾ അങ്ങനെ മുങ്ങിച്ചത്തു പോകേണ്ട അവസ്ഥ ഈ അർച്ചന ജിമ്മിക്ക് വരും. ഓക്സിജൻ മോളിലും ഇല്ലാത്ത അവസ്ഥ വരും. അങ്ങനെ വന്നാണ് അവർ പിടിവള്ളി പോലെ ഉടമ്പടി എടുക്കുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വലിയ പ്രാർത്ഥന തന്ന ദൈവപിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. എന്തു ചെയ്തും നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോടു എന്തു ചെയ്തും നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഉടമ്പടി എടുത്തിട്ട് ഫസ്റ്റ് റെസ്പോൺസ് എന്താണെന്നറിയാമോ? അതായത് ഇവർക്ക് കിട്ടുന്ന ഫസ്റ്റ് എയ്ഡ്, ഇവർ കാഷ്വാലിറ്റിയില്ല, അപകടം വന്ന് കാഷ്വാലിറ്റിയിലായിപ്പോയി. അവരുടനെ അവർക്ക് കിട്ടുന്ന ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്ന ഫസ്റ്റ് എയ്ഡ് എന്താണ്? എൻ്റെ ടെൻഷൻ മറന്നുപോയെന്ന് ഞാൻ. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം, വേറെ ഒന്നുമല്ല. ഇത്രയും നാൾ നമ്മളെ ടെൻഷൻ ചെയ്തുകൊണ്ടിരുന്ന സംഭവമില്ലേ, അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലേ, അതാണല്ല പ്രശ്നം. നമുക്ക് വീടില്ല, അല്ലെ കടമുണ്ട്, കടക്കാർ നമ്മളെ വളയുന്നു, ജപ്റ്റ് ചെയ്യാൻ പോകുന്നു, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ മേൽഗതിയില്ല, ഇങ്ങനെ പല പല വിഷയങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുകയില്ലേ. ടെൻഷൻ അടിക്കുന്ന ആ ടെൻഷൻ തന്നെ പെട്ടെന്ന് വൈപ്പ് ഔട്ടായി പോകും. നമ്മൾ പറയുന്ന കപ്പാസിറ്റിയിലല്ല ഉടമ്പടി പോണത്. ഇത് 11 kV കൂടി അങ്ങനെ പോവുകയാണ് സംഭവം. നമ്മുടെ ഈ കൈവയറിങ് സംഭവമൊന്നുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് അറ്റൊക്കെ ചെയ്യാൻ പറ്റും. നിനക്കെപ്പോഴും പിശാചൻ നിന്നോട് പറഞ്ഞിരിക്കാമെന്ന് അറിയാമോ? ഞാൻ ഉടമ്പടി എടുത്താലും പിന്നെ ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യണ്ടേ, ഞാൻ തന്നെ ഇതെല്ലാം അഭിമുഖീകരിക്കണ്ടേ. അപ്പോൾ എന്താ പറയണത്? നീ അഭിമുഖീകരിക്കേണ്ടെന്നാ പറയണത്. എന്താ കാര്യം? നിൻ്റെ മനസ്സിനെ ദൈവം ഉടനെ ദൈവത്തിൻ്റെ മനസ്സ് പോലെയാകും. ദൈവത്തിന് ടെൻഷനില്ലല്ല, അതാ സംഭവം. നിൻ്റെ മനസ്സിനെ, അതാ അച്ഛൻ ജിമ്മി പറയണത്, എൻ്റെ ടെൻഷൻ പോയെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ മനസ്സ് പോലെയായി, ആന്തരിക അഭിഷേകമായി. ഈ ഉടമ്പടി എനിക്ക് തോന്നിയിരിക്കുന്നത് ഇത് ഏറ്റവും എൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇതിൻ്റെ ഏറ്റവും പ്രസൻ്റായിട്ട് റിസൾട്ട് എന്ന് പറയുന്നത് ഈ ആന്തരിക അഭിഷേകമാണ്. അതായത് നമ്മളുടെ വിഷയങ്ങൾ ദൈവം സെറ്റ് ചെയ്യുന്നവരെ ദൈവം നമ്മളെ സെറ്റ് ചെയ്യും. ആദ്യം എന്താണ്? ടെൻഷൻ അടിക്കാൻ പറ്റാത്തൊരു ഹൃദയം നിനക്ക് തരും. അതാണ് ഞാൻ പുതിയ ഹൃദയം തരും എന്നൊക്കെ പറയണില്ലേ. ജെറമ്യ 36 അല്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 25. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ ദിവ്യകാരുണ്യമേ നിത്യ സ്നേഹമായി നീ വന്നുവാഴണേ. ഒരുമിച്ച് പാടണം. യേശുവേ ദിവ്യകാരുണ്യമേ നിത്യ സ്നേഹമായി നീ വന്നുവാഴണേ. എസെക്കിയേൽ 11:19. എസെക്കിയേൽ 11:19. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതായത് പുതിയ ഹൃദയം എന്ന് പറയണത്, ഇപ്പോൾ തന്നെ അർച്ചന ജിമ്മിയുടെ ഹൃദയം പുതിയതായി.
എങ്ങനെ പുതിയതായതാണ്? അവർക്ക് അവിടെ ഹസ്ബൻഡ് മരിക്കുമ്പോൾ അതൊക്കെ അറിയാമല്ലോ, ഒരു ജീവിത പങ്കാളി മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെയിറ്റേജ് നമുക്ക് ചില ആൾക്കാരുണ്ട്. ഞാനൊരു ദിവസം എൻ്റെ ഇടവകയിൽ ഒരു മരിപ്പ് അറിഞ്ഞാണ് ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ ഇടവകയിൽ ഇരിക്കുന്ന സമയത്ത് കൈക്കാരനൊന്നും അല്ലെങ്കിലും അദ്ദേഹത്തിന് പള്ളിയോടും എന്നോടും ഒക്കെ ഭയങ്കര കൂറുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം മരിച്ചു എന്ന് ഞാൻ എൻ്റെ യാത്രയിൽ അറിഞ്ഞപ്പോൾ ഞാൻ വണ്ടി വളച്ച് തിരിച്ച് നേരെ അദ്ദേഹത്തിൻ്റെ ബോഡി കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ആകപ്പാടെ വിഷമിച്ചു പോയി. തൈക്കൽ എന്ന് പറയും, ചേർത്തല പടിഞ്ഞാറ്. അവിടെ 2 പെട്ടിയിലിരിക്കണം. ഞാൻ 2 പെട്ടിയാ? എനിക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പോഴെന്താണ്, അദ്ദേഹം മരിച്ചു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് കണ്ടിട്ട് ഭാര്യ മരിച്ചു അവിടെ വെച്ച്. അതെന്നോട് പറഞ്ഞില്ല. 2 പെട്ടിയും കൂടി കിടക്കേ, ഒരു ടേബിളെ. ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു എനിക്കത്. അപ്പം ചിലക്കത് താങ്ങാൻ പറ്റത്തില്ല. അർച്ചന ജമ്മിയുടെ അത്തരം ഹൃദയങ്ങളെ കർത്താവ് ചേഞ്ച് ചെയ്യുകയും ഒരു പുതിയ ഹൃദയം എന്താണ്, അതായത് ഈശോയ്ക്ക് എപ്പോഴും പണ്ട് മുതലുള്ള പരിപാടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്താണ് നഷ്ടപ്പെട്ടതോ ആരെയാണ് നഷ്ടപ്പെട്ടതോ അതുകൊണ്ട് നിനക്കുണ്ടായ ആഘാതങ്ങളെ ആവിയും പുകയും ഏൽപ്പിക്കാത്ത രീതിയിൽ ദൈവത്തെ വെച്ച് സെറ്റ് ചെയ്യും. അതുകൊണ്ടാണ് കർത്താവാണ് നിൻ്റെ ഭർത്താവ്, ദൈവമായ കർത്താവ് എന്നാണ് അവൻ്റെ പേരെന്നൊക്കെ പറയുന്നത്. കൈയടിച്ച് ശ്രുതികട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെശയ്യാ 54:5 നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. ഒന്ന് പറഞ്ഞേ, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. ഈശോയ്ക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? അതായത് നിൻ്റെ ജീവിത പങ്കാളി പോയാൽ ആ സ്പേസിൽ അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് നിനക്കുണ്ടായിരുന്നതിനേക്കാൾ ശക്തിയും സപ്പോർട്ടും പിന്തുണയും നൽകിക്കൊണ്ട് ആ സിറ്റുവേഷൻ്റെ ആവിയും പുകയും പൊള്ളലും ഏൽപ്പിക്കാതെ യെശയ്യാ 43:2 അനുസരിച്ച് കൊണ്ട് വർക്കൗട്ട് ചെയ്യാം. എന്താണ്? അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങുകയില്ല. വെള്ളത്തിലൂടെ പോകും, വെള്ളം നിന്നെ മുക്കുകയില്ല. കൈയടിച്ച് ശ്രുതികട. ഹല്ലേലൂയ. പരീക്ഷയിലൂടെ നടക്കുമ്പോൾ അഭിഷേകത്താൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. യെശയ്യാ 43:2 സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ദിവ്യകാരുണ്യമേ നിത്യ സ്നേഹമായ നീ വന്നു വാഴണേ. യേശുവേ ദിവ്യകാരുണ്യമേ നിത്യ സ്നേഹമായ നീ വന്നു വാഴണേ. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോവുകയില്ല എന്നല്ല, കടന്നു പോകും. ദൈവത്തിൻ്റെ പാക്കേജിലുള്ളത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ അഗ്നിയിലൂടെ നടക്കും,
പുഴയിലൂടെ പോകും, സമുദ്രത്തിലൂടെ പോകും. ഇങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകളുടെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകും. പക്ഷെ കടന്നു പോകുമ്പോഴെന്താണ്? ദർ ഇസ് എ പാക്കേജ്. അത് കവനൻ്റൽ പാക്കേജാണത്. എന്താണ് അത്? തീ നിന്നെ പൊള്ളിക്കുകയില്ല, തീ നിന്നെ പൊള്ളിക്കുകയില്ല, സമുദ്രം നിന്നെ വിഴുങ്ങുകയില്ല. ദാറ്റ് മീൻസ് ഇങ്ങനെ പൊള്ളലുണ്ടാകുന്ന അനുഭവത്തിലൂടെ കടന്നു പോയാലും നിന്നെ പൊള്ളിക്കാതെ കൊണ്ടുപോകാൻ നിന്റെ കർത്താവ് പ്രാപ്തനാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതികൂല സാഹചര്യങ്ങളിൽ ഞങ്ങളെ നടത്തുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. അഗ്നിനാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിനാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്.